കാര്യമായിട്ടൊന്നും വികസന പ്രവർത്തനമൊന്നുമില്ല. മരിച്ചെടുത്ത് പോവുക, കല്യാണത്തിന് പോവുക എന്നല്ലാണ്ട് കാര്യമായിട്ട് ഒന്നും. ഇപ്പോൾ കുറ്റ്യാടിയുള്ള എല്ലാം ഭയങ്കര വികസനമല്ല. ഇത് വടകര ഉണ്ടായിരുന്നു. ഇവിടെ ഈ പ്രാവശ്യം എന്തായാലും രമ വരാനാണ് സാധ്യത. വീണ്ടും വരും. ജനസമ്മതി ഒട്ടും കുറഞ്ഞിട്ടില്ല. വടകര സ്വതവേ വടകര ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ഇപ്രാവശ്യം ഇടതുപക്ഷം എന്തായാലും വരും. കേരളത്തിൽ മൊത്തം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും വരിക. നല്ലൊരു വോട്ട് ശതമാനം വോട്ട് BJP മേടിക്കും. ദിലീപിയുടെ വോട്ട് ശതമാനം കൂടും. കണ്ടിട്ട് ട്രെൻഡ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഭാസ്കർ മാഷ് നല്ല സ്ഥാനാർത്ഥിയാണ്. സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലായി ഈ കാര്യങ്ങളല്ല. അവരെന്താണ് ചെയ്യുന്നത്? അവരെ കൊള്ളയും വേണ്ടവരുടെ എല്ലാ കാര്യങ്ങളും. സ്ഥാനാർത്ഥി രമാന്ന് വെച്ചാൽ സ്ട്രോ വർക്ക് മാത്രമാണുള്ളത്. വേറെ മണ്ഡലത്തിൽ ഒരു പ്രവർത്തനമല്ല. ഒരു പ്രവർത്തനം നടക്കാത്ത വടകര മണ്ഡലത്തിൽ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല തന്നെ പറയും. UDF തരംഗമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കാണുന്നു ഭരണ വിരുദ്ധ വികാരം. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് വടകര ബസ് സ്റ്റാൻഡിലാണ്. ഓരോ ഇലക്ഷനിലും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. ഇവിടെ UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നവർ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസോ CPM അല്ല എന്നൊരു സവിശേഷതയുണ്ട്. RJDയും KK രമയുടെ RMPയുമാണ് നേരിട്ട് ഏറ്റുമുട്ടുക. ഒപ്പം NDAയുടെ സ്ഥാനാർത്ഥിയായി ദിലീപും ഉണ്ട്. എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം? നമുക്ക് അന്വേഷിക്കാം. എന്താണ് വടകരയിലെ രാഷ്ട്രീയ സാഹചര്യം? രാഷ്ട്രീയ സാഹചര്യം ഇപ്പം ഇവിടെ നിലവിലെ സാഹചര്യം ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു ഇതാണ്. കഴിഞ്ഞ വർഷം KK രമ ഈസിയായിട്ട് ജയിച്ച സ്ഥലമല്ലേ? ഈസിയായിട്ട് ജയിച്ചതാണ്. അപ്പോൾ ഇപ്പം ജനങ്ങളുടെ കയ്യിലല്ല എല്ലാം. അതെ. ഇപ്പം ജനങ്ങൾ എങ്ങനെ ചിന്തിക്കും? ജനങ്ങൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോരോ ജനങ്ങളുടെ ഇതല്ലേ മനസ്സിലുള്ളതല്ലേ. അതെ. നമുക്ക് എല്ലാവർക്കും വോട്ടുള്ളതാണ്. അപ്പോൾ അവരവരുടെ രാഷ്ട്രീയം അവർ വിനിയോഗിക്കുന്നത് അതന്നെ. ഇവിടെ MK ഭാസ്കരനാണ് നല്ല സ്ഥാനാർത്ഥിയാണ്. സീനിയർ മെമ്പറാണ്. നല്ല ആളാണ്. പിന്നെ അടുത്ത എതിർ സ്ഥാനാർത്ഥി രമാന്ന് വെച്ചാൽ സ്ട്രോ വർക്ക് മാത്രമാണുള്ളത്. വേറെ മണ്ഡലത്തിൽ ഒരു പ്രവർത്തനമല്ല. അതിൻ്റെ ഉദാഹരണമാണ് ചോമ്പാലിൽ പോയിട്ട് പിന്നെ ഹാർബറിൽ പോയി നോക്കുമ്പോൾ ആ തെരഞ്ഞെടുത്ത് അന്ന് ജയിച്ചെന്ന് പോയതിന് ശേഷം ഈ മാസം കുറച്ച് ദിവസം മുന്നെയാണ് പോയത്. അവിടുത്തെ തൊഴിലാളികൾ നല്ലോണം കിട്ടിയിട്ട് തിരിച്ചു പോകുന്നതാ. തൊഴിലാളികളെ എതിർത്ത്. അപ്പോൾ അവിടെ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നം പറയുന്നു. അപ്പോൾ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മാസം കൊണ്ട് ചെയ്തതാണ്. ഇനി ഒരു മാസം അവർക്ക് ഇല്ല. അവർക്കൊരു മാസം ഇനി ഇല്ല. അപ്പോൾ അതിനെ കൊണ്ട് പിന്നെ ഇറക്കി വിട്ടതാണ്. എന്താണ് വടകരയുടെ രാഷ്ട്രീയ സാഹചര്യം? ഇന്നത്തെ സ്ഥിതിക്ക് ഭാസ്കരൻ ജയിക്കുന്നതാണ് പറയുന്നത്. ഈ 5 വർഷം കൊണ്ട് MLA എന്ന നിലയിൽ രമയുടെ പ്രാധാന്യം കുറവാണ്. സ്ഥലങ്ങളിൽ ഒരു പ്രവർത്തനം നടക്കാത്ത വടകര മണ്ഡലത്തിൽ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല തന്നെ പറയും. അപ്പം ജനങ്ങൾ എതിരായി വരുന്നുണ്ട്. ഭാസ്കരേട്ടനെ സംബന്ധിച്ച് പറയുന്നത് ഭാസ്കരേട്ടൻ ചേരാമല പഞ്ചായത്തിൽ 3 ടേമും നല്ല ഒരു ഭരണം കാഴ്ചവെച്ച ഒരാളാണ്. പൊതുരംഗത്തും എല്ലാ രംഗത്തും നല്ലൊരു പ്രവർത്തനം കാഴ്ച ആളാണ്. അയാൾ ഇന്ന് വരണമെന്നാണ്. കേരളത്തിൽ മൊത്തം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും വരിക. അപ്പോൾ ഭൂരിപക്ഷം LDFനും UDFനും ഉണ്ടാവില്ല. രണ്ടുപേർക്കും ഉണ്ടാവില്ല. അപ്പോൾ BJP ഒരു നിർണായക ശക്തിയായിട്ട് മാറും കേരളത്തിൽ. അപ്പോൾ അവർ തീരുമാനിക്കും. കേരളത്തിലെ വിലയിരുത്തൽ. ഇവിടെ വടകര എന്ന് പറയുന്നത് വെച്ചാൽ വടകരനെ പറ്റി നമുക്ക് പറയാൻ രമക്കാണ് സാധ്യത. ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത സ്ഥിതിയായിട്ടുള്ളത്. രമ കഴിഞ്ഞ ഈസിയായിട്ട് ജയിച്ച ഏരിയ അല്ലേ? അതെ. ഇത്തവണ പ്രാവശ്യം പ്രയാസമാണ്. നല്ലൊരു സ്ഥാനാർത്ഥിയ LDFന്റെ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ നല്ലൊരു വോട്ട് ശതമാനം വോട്ട് BJP മേടിക്കും. ദിലീപിയുടെ വോട്ട് ശതമാനം കൂടും. എൻ്റെ വോട്ട് ശതമാനം കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും രമയുടെ ഒരു അങ്ങനെ രമയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇവിടെ വടകരന്റെ സ്ഥിതി അതാ കാണുന്നു. നല്ലൊരു സ്ഥാനാർത്ഥിയെ മറ്റേ കാണും. നല്ലൊരു സ്ഥാനാർത്ഥി. വ്യക്തിപരമായിട്ട് അയാൾക്ക് നല്ലൊരു മനുഷ്യനല്ല. എല്ലാ ആൾക്കാരോട് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. വടകര മാറുമെന്നൊന്നും തോന്നില്ല. KK രമ തന്നെ കണ്ടിട്ട് ട്രെൻഡ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഭാസ്കർ മാഷ് നല്ല സ്ഥാനാർത്ഥിയാണെന്നാണല്ലോ. നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷെ പൊളിറ്റിക്കൽ എങ്ങനെ നമുക്കറിയില്ല. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു കേട്ടിട്ടുണ്ട്. നല്ല വ്യക്തിയാണ്. രമയേക്കാൾ മുമ്പേ പൊളിറ്റിക്സിലുള്ള ആളല്ലേ. പിന്നെ സ്കോപ്പ് ഉണ്ട്. പിന്നെ NDAക്ക്
അത് നമുക്ക് പറയാൻ പറ്റില്ല. അവർ ഇതുവരെ ഇവിടുന്ന് വന്നിട്ടില്ല, അറിയില്ല ആളെ. ഓക്കെ, ഇലക്ഷൻ അടുത്തു. വടകരയിൽ ആരായിരിക്കും? രമ തന്നെ തുടരുമോ അതോ എങ്ങനെയാണ് സാധ്യത? രമേനായിരിക്കും, ഭൂരിപക്ഷം കുറച്ച് കുറയും. എം.കെ. ഭാസ്കരൻ മാഷ് നല്ല വ്യക്തിയാണ്, വർക്കുകൾ ചെയ്യുന്ന ആളാണ്. അല്ല, വളരെ സീനിയറായ നേതാവാണ്. അതെ അതെ അതെ, അത് രമയുടെ TP ഒക്കെ ഉള്ള സമയത്ത് തന്നെ പ്രവർത്തിക്കുന്ന അതേ ലെവലിലുള്ള ആളാണ്. NDA സ്ഥാനാർത്ഥിയുണ്ട് ദിലീപ്. ഓ, എങ്ങനെയുണ്ട്? അത് നല്ല മോശമുള്ള സ്ഥാനാർത്ഥിയാണ്. വടകര സ്വതവേ വടകര ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ഇടതുപക്ഷത്തിന്റെ ഇപ്രാവശ്യം ഇടതുപക്ഷം എന്തായാലും വരും. കാരണം വെച്ചാൽ നല്ല വികസന പദ്ധതികളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇടതുപക്ഷത്തിൽ ഭാസ്കരൻ മാഷ് വരും. വരും. കഴിഞ്ഞ 5 വർഷം വടകരയ്ക്ക് അത് കിട്ടിയില്ല. കഴിഞ്ഞ 5 വർഷം ഭരിച്ചിട്ട് വടകരയ്ക്ക് ഒരു വികസനമില്ല. അപ്പോൾ അതിന് മറുപടി എന്തായാലും ഇപ്രാവശ്യം ജനങ്ങൾ ഇടതുപക്ഷത്തിൽ വിജയിക്കും. ഭാസ്കരൻ മാഷുടെ എക്സ്പീരിയൻസിലാണ് അല്ലേ, നല്ല നേതാവാണ് അദ്ദേഹം. വരും, നല്ല ഭൂരിപക്ഷത്തെ കൂടി വരും. വടകരക്കാരെ ഉദ്ദേശിച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ BJP സ്ഥാനാർത്ഥി തന്നെ മുന്നോട്ട് വരും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഒട്ടും തീർച്ചയായിട്ടും കേരളം ഒട്ടുക്കും ഇപ്പോൾ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലം BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയാണ്. മറ്റുള്ള ഇടത് വലത് മുന്നണികളെല്ലാം കാര്യങ്ങളെല്ലാം എല്ലാ ആൾക്കാർക്കും മനസ്സിലായി, സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലായി ഈ കാര്യങ്ങളെല്ലാം. അവരെന്താണ് ചെയ്യുന്നത്? അവരെ കൊള്ളയും വേണ്ടവരുടെ എല്ലാ കാര്യങ്ങൾക്കും. അതുകൊണ്ട് BJP ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ നമുക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. എന്താണ് അഭിപ്രായം? വടകരയുടെ സാഹചര്യം എന്താണ്? വടകര ഇപ്രാവശ്യം ഇടതുപക്ഷം M.K. ഭാസ്കരൻ ജയിക്കും. എന്തുകൊണ്ടാണ് ഈ രമയുടെ പ്രവർത്തനങ്ങളോട് പൊതുവിൽ വിയോജിപ്പുണ്ടോ? രമ കാര്യമായിട്ടൊന്നും വികസന പ്രവർത്തനമൊന്നുമില്ല. മരിച്ചെടുത്ത് പോവാ, കല്യാണത്തിന് പോവാ എന്നല്ലാണ്ട് കാര്യമായിട്ട് ഒന്നും. ഇപ്പോൾ കുറ്റ്യാടിയുള്ള എല്ലാം ഭയങ്കര വികസനമല്ല, ഇത് വടകര ഉണ്ടായില്ല. വടകരയ്ക്കും നല്ലൊരു MLA ഉണ്ടായിരുന്നില്ല. ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഭാസ്കരൻ മാഷെ പോലുള്ളൊരു മികച്ച നേതാവാണ്, വളരെ എക്സ്പീരിയൻസ്ഡ് പാർട്ടിയാണ് അല്ലേ. NDA സാധ്യത എങ്ങനെയാണ് വടകരയിൽ? NDA സാധ്യത എങ്ങനെയാണ്? ഒരു 10-12 വോട്ട് അത്രേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഈ പ്രാവശ്യം എന്തായാലും രമ വരാനാണ് സാധ്യത. വീണ്ടും വരും. ജനസമ്മതി ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇല്ല. വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താ പറയാ? വികസന പ്രവർത്തനം രമ ഒരുപാട് നടത്തിയിരിക്കുന്നു. അതിന്റെ അംഗീകാരം കിട്ടും അല്ലേ. LDF സ്ഥാനാർത്ഥി വളരെ സ്ട്രോങ് ആണെന്നും സീനിയറായിട്ടുള്ള കക്ഷിയാണെന്നും TP ചന്ദ്രശേഖരൻ്റെ ഒക്കെ സമയത്തുണ്ടായിരുന്ന ആ കക്ഷിയാണ്. 3 പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ആയിക്കോട്ടെ, എന്നാലും ഈ പ്രാവശ്യം രമ വരാനാ സാധ്യത. രമേ വരുള്ളൂ, കാരണം ജനസമ്മതി കൂടുതലുണ്ട്. ആണ് രമയ്ക്കാണ് സാധ്യത. വീണ്ടും രമാനാണ് എടുക്കപ്പെടും. എന്താണ് നിലവിൽ വടകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടകര, നാദാപുരം, കുറ്റ്യാടി ഈ മേഖലയൊക്കെ ഒരു UDF തരംഗമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ കാണുന്നു ഭരണ വിരുദ്ധ ശക്തമാണ്. അത് കേരളത്തിലെമ്പാടും അത് പ്രതിഫലിക്കും, യാതൊരു സംശയവുമില്ല. നല്ല ഒരു ലീഡ് നേടി UDF അധികാരത്തിൽ വരുന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടകര എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ എപ്പം വെള്ളം കയറിയിട്ട് കഴിഞ്ഞൊരുത്തെ MLA ഒരുപാട് ആവശ്യപ്പെട്ട് ഇതുവരെ നിറവേറ്റിക്കില്ല. റോഡ് മെയിൻ റോഡായിട്ട് ഇവിടെ വെള്ളം കയറും. മഴക്കാലത്ത് അങ്ങനെ വരുന്ന വെള്ളം തീർത്തിട്ടില്ല വരിക. അങ്ങനെ ഞങ്ങൾക്കൊരു വലിയ പ്രതിസന്ധി. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ആൾ പറഞ്ഞത് ഒരു രമേർത്തിയും ഭാസ്കരനെ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാസ്കരൻ നല്ല വ്യക്തിയാണ്, രമേശ് നല്ല വ്യക്തിയാണ്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞൊരു പറഞ്ഞിട്ട് ഇതൊന്നും നിറവേറ്റിക്കില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി ഞങ്ങൾക്കുണ്ട്. വടകരന്ന് എപ്പോൾ മെയിൻ പോകുന്ന ആൾക്കാർ ഇതിൽ വെള്ളം കയറിയിട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ട് മഴ പെയ്താൽ. അങ്ങനെ ഞങ്ങൾക്കൊരു വലിയ പ്രതിസന്ധി ഉണ്ട് വടകര വെച്ചിട്ട്. ഞങ്ങൾ രമേർത്തിയോട് പറയുകയൊക്കെ ചെയ്തു. രമേർത്തി ഇതുവരെ നിറവേറ്റിക്കില്ല. നിലവിൽ KK രമേശന് എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്തെ പ്രവർത്തനം? നല്ല പ്രവർത്തനം തന്നെയാണ്. വടകരയ്ക്ക് ഗുണകരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ടാവും. സജീവമായിട്ട് ഇടപെട്ടു അല്ലേ. നിയമസഭയിൽ വടകരയുടെ ശബ്ദം പലവട്ടം എല്ലാം നല്ല ഉഷാറായിട്ട് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അതുകൊണ്ട് ഇത്തവണയും നല്ല ഭൂരിപക്ഷത്തിൽ KK രമ ജയിക്കും. വേറെ ആരും നോക്കണ്ട. ഇലക്ഷനെ നേരിടാൻ പോകുന്ന വടകരയുടെ സ്പന്ദനങ്ങളാണ് നമ്മൾ കേട്ടത്. ബാക്കി ഇലക്ഷന് ശേഷം റിസൾട്ടിൽ പ്രതിഫലിക്കുമെങ്കിലും ഇവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കുന്നു. അവർ പറയട്ടെ.